തുഷാർ ശാശ്വതികാനന്ദ സ്വാമിയെ മർദ്ദിച്ചതായി സ്വാമി ശിവാനന്ദഗിരിയുടെ വെളിപ്പെടുത്തൽ. ശാശ്വതികാനന്ദയുടെ വിശ്വസ്തനായ ജോയ്സനാണ് ഇക്കാര്യം പറഞ്ഞത്. മർദ്ദനത്തിൽ മനം നൊന്ത് ഗൾഫിൽ നിന്ന് സ്വാമി തിരിച്ചുവന്നത് ഒറ്റയ്ക്കാണെന്നും സ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കള്ളക്കളി നടന്നതായും ശിവാനന്ദഗിരി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും ശിവാനന്ദഗിരി പ്രതികരിച്ചു. ശിവഗിരി മഠത്തോട് അടുത്ത ബന്ധമുണ്ടായിരുന്ന സ്വാമിയാണ് ശിവാനന്ദഗിരി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരിക്കൽ ആ ജോയ്സൻ എന്നെ കാണാൻ വന്നപ്പോൾ ഇതിൻ്റെ ഒരു സൂചന പറഞ്ഞായിരുന്നു. ഒരു ജോയ്സൻ ഉണ്ട് അവിടെ. സ്വാമി അവിടെ ദേഹോപദ്രവം ചെയ്തു. പിന്നെ തുഷാരാണെന്ന് പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അല്ല, സ്വാമിക്ക് ഇവിടെ വന്നിട്ട് അവിടുന്ന് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ടായി. എന്നിട്ട് സ്വാമി അവരുടെ കൂടെ വരാനുള്ള സ്വാമി തനിച്ചാണ് വന്നിരിക്കുന്നത്. ജോഷ്ല ചെയ്യുന്നുണ്ടായ വാർത്തയുടെ വിവരങ്ങളുമായി. ജോഷ്ല, ബിജു രമേശ് പറഞ്ഞ അതിനുശേഷം ഒരുപക്ഷെ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ജോഷ്ല? തീർച്ചയായും സൗമ്യ, ശാശ്വതികാനന്ദയുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന ശിവാനന്ദഗിരി സ്വാമിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. ശിവഗിരി മഠവുമായി 35 വർഷത്തെ പരിചയം അദ്ദേഹത്തിനുണ്ട്. ശാശ്വതികാനന്ദയുടെ മരണം പുനരന്വേഷിക്കണം എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, ബിജു രമേശ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ്, വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അദ്ദേഹം കള്ളം പറയില്ല, സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ മരണം പുനരന്വേഷിക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം നമ്മളോട് തുറന്നു പറയുകയുണ്ടായി. ശിവഗിരിയിൽ സമാധിയാവുന്നതിന് 1 വർഷം മുൻപ് ശാശ്വതികാനന്ദ എന്നെ വന്ന് കണ്ടിരുന്നു. പലതവണ നമ്മൾ പരസ്പരം കണ്ട് സംസാരിച്ചിരുന്നു. ഈ സംസാരങ്ങളിൽ ഇടയ്ക്കിടെ ഈ തുഷാർ വെള്ളാപ്പള്ളിയുമായുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ദുബായിൽ വെച്ച് ശാശ്വതികാനന്ദയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ചില പ്രശ്നങ്ങൾ തുഷാർ വെള്ളാപ്പള്ളിയുമായി ഉണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ ശാശ്വതികാനന്ദയുടെ വിശ്വസ്തനും വലങ്കയുമായിരുന്ന സ്വാമിയുടെ ബോഡി ഗാർഡ് എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹം ജോയ്സൺ എന്ന് പറയുന്ന ആൾ തന്നോട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിൽ ദുബായിൽ വെച്ച് മർദ്ദനമേറ്റു, സ്വാമിക്ക് മർദ്ദനമേറ്റു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. സ്വാമി മാനസികമായി സ്വാമിയെ തളർത്തുന്ന കാര്യമായിരുന്നു ഇത്. സ്വാമി തനിച്ചാണ് ഇവരുടെ ഒന്നിച്ചല്ല പിന്നീട് ദുബായിൽ നിന്നും തനിച്ചാണ് തിരിച്ചു വന്നത് എന്നുള്ള കാര്യവും ഇപ്പോൾ ശിവാനന്ദഗിരി ഞങ്ങളോട് കൈരളി പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തുകയുണ്ടായി സൗമ്യ. മാത്രമല്ല, മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തുടക്കം മുതൽ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്.